കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPM-ഉം ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇലക്ഷന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, ആ നിയമനം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന CBN CPM-ന്റെ പ്രമുഖനായ നേതാവ്, തിരുവനന്തപുരം DYFI-യുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ അവിടെ സിൻഡിക്കേറ്റ് മെമ്പറുമൊക്കെ ആയിട്ടുള്ള ഷിജു ഖാന്റെ ഭാര്യനെയാണ്. കഴിഞ്ഞ 2-3 വർഷമായി ഇവിടെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറായിട്ടിരുന്ന ആളെ മാറ്റി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 8 ദിവസം മുമ്പായിട്ട് ഇത്തരമൊരു നിയമനം നടത്തിയിരിക്കുന്നത് ഒരു CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട DYFI-യുടെ നേതാവിന്റെ ഭാര്യയെ തന്നെ കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിയമിച്ചിരിക്കുന്നതിൽ ഇവിടെ ഇലക്ഷൻ പ്രക്രിയ അട്ടിമറിക്കാനാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ഈ ഡെപ്യൂട്ടി കളക്ടർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ വന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലൈസൺ ഓഫീസർമാരെ നിയമിച്ചിരിക്കുകയാണ്. ഈ ലൈസനെ 8-ാം തീയതി ആണ് ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ ചാർജ് എടുക്കുന്നത്. 15-ാം തീയതിയോടുകൂടി തന്നെ ഈ ലൈസൺ ഓഫീസർമാർക്ക് നിയമനം ഉത്തരവ് കൈമാറുന്നു വാട്സപ്പിലൂടെ. സാധാരണ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആരെയാണോ ലൈസൺ ഓഫീസർ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് തല ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ മറ്റു കാര്യങ്ങൾ നിയമിക്കുന്നുണ്ട് എങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിന്റെ അടുത്താണ് കാര്യങ്ങൾ ബോധിപ്പിക്കുക, ആ സ്ഥാപനത്തിന്റെ ഹെഡിന്റെ അടുത്താണ്. ഇത് ഡയറക്ടറായിട്ട് തന്നെ ആ ഉദ്യോഗസ്ഥരെക്കാണ് അവർ നിയമന ഉത്തരവ് നൽകുന്നത്. 15-ാം തീയതി നിയമന ഉത്തരവ് നൽകുകയും 17-ാം തീയതി തന്നെ അവർക്ക് അതിലുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ ആ രീതിയിൽ CPM-ന്റെ ഉദ്യോഗസ്ഥരെ, അധ്യാപക, സ്കൂൾ കോളേജ് അധ്യാപകരെ അവിടെ ലൈസൺ ഓഫീസർമാരായി നിയമിക്കുകയും അവരിലൂടെ ബാക്കി കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ കാണുന്നത്. ഈ ലൈസൺ ഓഫീസർമാർ കറകളഞ്ഞ CPM-ന്റെ പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ ഒബ്സർവർമാരായി യൂണിവേഴ്സിറ്റിയിലെ 3 അനധികൃത ജീവനക്കാരെ അവിടെ വെച്ചിരിക്കുക. ഒബ്സർവറിലെ ലൈസൺ ഓഫീസർമാരായിട്ട് പിന്നെ എക്സ്പെൻഡിച്ചറിൽ അവരെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ സാധാരണ ഇത്തരം ഇലക്ഷനിലൊന്നും ലൈസൺ ഓഫീസർമാരെ അങ്ങനെ നിയമിക്കലില്ല. പക്ഷെ ഇവിടെ ലൈസൺ ഓഫീസർമാരെ നിയമിച്ച് ആ തെരഞ്ഞെടുപ്പ് CPM-ന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം PRD-യിലെ ആൾ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പരാതി സാധാരണ എല്ലാവരും കൊടുക്കും. ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പത്രങ്ങളിൽ സാധാരണ വരുന്നത് അതാത് പാർട്ടികൾ കൊടുക്കുന്ന അതാണ് പത്രങ്ങളിൽ വരുന്നത്. ഇതിപ്പോൾ PRD ത്രൂ തന്നെ അത് ഈ ഡെപ്യൂട്ടി കളക്ടറിലേക്ക് എത്തുന്നു, കളക്ടറേക്ക് എത്തുന്നു, അവിടുന്ന് നേരെ PRD-യിലേക്ക് അയക്കുന്നു, അവരത് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത്. എന്നിട്ട് ആ PRD ഉദ്യോഗസ്ഥനെ. അപ്പൊ ഇതിനകത്ത് കൃത്യമായി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർക്കും ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ? അപ്പോൾ മൊത്തം അതിപ്പോൾ നമ്മളുടെ ഒരു പരാതി വന്നപ്പോഴാണ് ആ സംഭവം PRD അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ തലത്തിൽ ഗവൺമെന്റും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഡീലിമിറ്റേഷൻ നടത്തിയ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ലൈസൻസ് ഓഫീസറെയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്, CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പയ്യന്നൂരിൽ നടക്കുന്ന കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നത്. അത് വ്യക്തമായി അറിയുന്നതുകൊണ്ട്, അല്ലാതെ അങ്ങനെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ഉത്തരവാദിത്വ ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അത് അങ്ങനെ പറയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവ് ആവശ്യപ്പെടുമ്പോൾ അത് CPM ഓഫീസിന്റെ അദ്ദേഹത്തിന്റെ പരാതിയിൽ തന്നെ കുഞ്ഞുകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്തിരിക്കുന്ന പരാതിയിൽ തന്നെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. CPM ഓഫീസിന്റെ മുകളിൽ നിന്നും ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യം. കാരണം ഇപ്പോൾ എന്താ വിഷയമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ SIR വന്നതോടുകൂടി കുറെ മരിച്ചവരുടേതായിട്ടുള്ള കുറെ വോട്ടുകൾ അവിടെ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ നിന്നും അങ്ങ് മാറുകയാണ്. അപ്പോൾ ഈ മരിച്ചവരുടേതായ വലിയൊരു വോട്ട് മാറുമ്പോൾ ഇപ്പോൾ സാധാരണ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചവരുടെ വോട്ട് പോയി കള്ളവോട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരിച്ചവരുടെ വോട്ട് അതിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾ വരാത്തവരുടെയും മറ്റു പാർട്ടിക്കാരുടെയും ഒക്കെ വോട്ട് കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ചെയ്യുക എന്നുള്ള സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ CPM അനുവർത്തിക്കുന്ന ആ കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്ന ഒരു സമീപനം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. SIR വന്നതോടുകൂടി CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമുണ്ട്. SIRൽ കുറെ സാധാരണ മരിച്ചവരുടെ വോട്ടാണല്ലോ CPM കള്ള വോട്ടായി ചെയ്തു വരുന്നത് കൂടുതലായി. കാരണം അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത്. അപ്പോൾ ആ മരിച്ചവരുടെ വോട്ട് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കള്ളവോട്ട് ചെയ്യാനായി മറ്റുള്ള ഈ നാട്ടിലില്ലാത്തവരുടെയും അതോടൊപ്പം വരാൻ സാധ്യതയില്ലാത്തവരുടെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും വോട്ടുകളൊക്കെ നേരത്തെ പോയി കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ കാണുന്നത്. നേരത്തെ ഐഡന്റിറ്റി കാർഡിന്റെ മരിച്ചവരുടെ വോട്ട് ചെയ്യാൻ ഐഡന്റിറ്റി കാർഡിന്റെ ആവശ്യമില്ല, പോയി കുത്തിയിട്ടാൽ മതി. ഏതെങ്കിലും പറഞ്ഞ് ഇപ്പോൾ മരിച്ചവരുടെ വോട്ട് ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് CPM സ്വീകരിച്ച് വരുന്നത്. പുതിയതായ ഒരു തന്ത്രം ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നത്.